ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? നമുക്കൊരു സ്പെഷ്യൽ ബ്ലോഗാണ്. നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകണമെന്ന് ഫാമിലിയായിട്ട്. അപ്പോൾ നമ്മുടെ കുറേ ചർച്ചകൾക്ക് ശേഷം അറ്റ് ലാസ്റ്റ് ഇന്ന് അത് സംഭവിക്കുകയാണ്. ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ്. എല്ലാവരും ഇവിടെ റെഡിയാണ്. നമ്പർ 1 ഹൈ പറയാമോ? ഹായ് ഹായ് ഹായ്. എവിടെ പോരുത്? നേരെയാണോ? അല്ല, അങ്ങനെ അങ്ങനെ എന്റെ കൈ മടുത്തു. ഇതെന്നെ അടി പാറ ഇതിനകത്ത് വിരളയിലാ തോന്നി കിടക്കുന്നു. ചേട്ടനെ കാണിക്കണം കേട്ടോ. ചേട്ടൻ വന്നപ്പോ ലേറ്റ് ആയെന്ന് പറയാം. ചേട്ടൻ അപ്പൊ സമയം എന്താ 7 മണി. നമ്മളിപ്പോഴാ ഇറങ്ങുന്നത്. നമ്മളിപ്പോ എല്ലാരും ഉണ്ട്. ഇതാണ് എന്റെ രണ്ടാമത്തെ അളിയൻ. പിള്ളേഴ്സ് ഹായ് പറ. ഒരു ടിഷ് തരാവോ? ഇനി നമ്മുടെ കൂട്ടത്തില് ഒരു വണ്ടിയും കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ ഇത് പാലായി ചെന്നിട്ടാ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. 50,000 രൂപ വേണോ? എന്തിനാ 50,000 രൂപ? എന്തിനാ പറ 50,000 രൂപ? നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. ഇതേ ഇത് മനുചേട്ടൻ എന്ന് അറിയണ്ട, ശ്രുതി ചേച്ചി, എന്ത് നിയമ ഇവിടെ കാവ്യ അച്ഛൻ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് ഇപ്പം വലിയ പ്ലാനൊന്നും ഇല്ല. ഒരു പോകുന്ന വഴിക്കുള്ള എല്ലാം കാണാമെന്നാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. പെരുവണ്ണാപുരത്തെ വിശേഷം അതല്ല ഞാൻ ഉദ്ദേശിച്ച വോയിസ് ഫ്രീക്കൻ വേറെ വോയിസ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വോയിസ് പറഞ്ഞറിയാതെ കോഴിവെട്ടുണ്ടോ? നേരെ വല്ല കുരുതി ആർക്കറിയാം. സമയങ്കരയിലെ ദൃശ്യം ജോർജ് കുട്ടീനെ പറഞ്ഞ കേട്ടില്ലേ? ജോർജ് കുട്ടീനെ പറഞ്ഞ പിന്നെ എന്നതാ? ജോർജ് കുട്ടീനെ പറഞ്ഞ കേട്ടില്ല. സ്പീക്കറിന് എന്താ പ്രശ്നം? തന്റെ സ്പീക്കറിന് ഇതിന്റെ നിങ്ങളുടെ ബ്ലോഗർ അതിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഇതില്ല, അതിന്റെ ബാക്കിലത്തെ ബൈക്കിൽ കിടക്കുന്നത്. കണ്ടു
ഗൈസ് നമ്മളപ്പം ദേ വളഞ്ഞെങ്ങാനും വാട്ടർഫോൾസിന്റെ അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് എല്ലാരും ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. എന്താ നിങ്ങൾ അവിടെ ഗൈസ് നമ്മളിതേ പാഞ്ചാലിമേട് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് വഴി തെറ്റിയായിരുന്നു. നമ്മൾ ആദ്യം വളഞ്ഞെങ്ങാനും തെറ്റിയിട്ട് പിന്നെ തിരിച്ചു വരുവേ. ഇതേ നമ്മുടെ അടുത്ത വണ്ടി ജാലിമേട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ഇവിടെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. പകർത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതി മനോഹരമാണ് ഇവിടെ. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചിങ്ങ് നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെ കുറെ കുരിശിന്റെ വഴികൾ പോലെ കുറെ കുരിശൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് പോരാൻ പറ്റുമോ എന്ന്. കാരണം നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്ററാണ് ഇതാ നടന്നു വരുന്നത്. ചേച്ചി ഒന്ന് കൈ വയ്ക്കേ, ചാലി ചേച്ചി. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ. കിടക്കുകയാണ്. വർക്കിംഗ് എല്ലാം തോന്നുന്നു. നമുക്ക് ആ ആൾക്കാർ നിൽക്കുന്നിടത്തോട്ടാ പോകണ്ടേ. ഈശ്വരന്മാരെ കുറെ നാളായിട്ട് നടക്കും. വരുമ്പം ജീപ്പ് ട്രെക്കിംഗ് ഒന്നുമില്ല. അത് ഇപ്പം ജീപ്പ് ട്രെക്കിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, കുറേ സംവിധാനങ്ങൾ പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴി ഇതേ റോഡ് കാണുന്നു. ഇതേ അവിടെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. മസ്റ്റ് വിസിറ്റ്. വാവ്, നല്ല കോട. വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല കോടയുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി. ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ. ഞങ്ങൾ മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം താഴെ നിന്നു. ഒരു മടുത്തെന്നും പറഞ്ഞു. ശരി, അവരൊരു മറ്റേ അധ്വാനിക്കാത്തതുകൊണ്ട് അവര് മടുത്ത് താഴെ നിൽക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവിടെ കയറിയിട്ട് ഇറങ്ങുവാണ്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. കാരണം ഇപ്പോൾ നമ്മളിവിടെ അധിക സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ ലേറ്റ് ആവും. നമ്മുടെ 1 day ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റും കോടയൊക്കെ ഉണ്ട്. ഇപ്പം എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഓഫ് റോഡൊക്കെ സെറ്റപ്പിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പം വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല ക്ലൈമറ്റിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഈ ക്ലൈമറ്റ് നമുക്ക് വരാൻ പറ്റിയതാണ്. നല്ല തണുപ്പും ഒക്കെ കയറി കിടപ്പുണ്ടെങ്കിലും പക്ഷെ മഴയൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കണ്ട് നമ്മളിതായി ഇറങ്ങുക. ഇവിടുന്ന് ക്ഷീണിച്ചത് ഇവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മളിത് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് പേരയ്ക്ക, എനിക്ക് മറ്റേ പണ്ടത്തെ ഇവിടെ വന്നിട്ടല്ലേ നമ്മള് തിരിച്ചു പോയത്. മാങ്ങ ഉപ്പിലിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലെത്തി.
തൂക്കുമൊന്നും വേണ്ട. നമ്മളപ്പം നമ്മള് പരുന്തുംപാറ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. വണ്ടി അതിന്റെ വാശിക്കാണോ നീ? ഇവിടെ വന്നപ്പോ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു. മുളക് ബജ്ജി, മുട്ട ബജ്ജി, നൂഡിൽസ്. ഞാൻ അനാഥയാന്ന് വിചാരിച്ചു. നല്ല കിടിലൻ ചീസ് നൂഡിൽസ് വേണോ? കോട നൂഡിൽസ്. ജോൺസൺ മാഷിന്റെ പാട്ട്. ആരത്? അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതേ പോകുന്നു, കുറെ കോടകൾ പോകുന്നു. ശാലുമ പോയി ഇങ്ങനെ ആ സൈഡ് ഒരു കുഞ്ഞു സാധനം ഉണ്ട്, അതിനെ പിടിച്ചോണ്ട് സൈഡിൽ കൂടെ പോകാൻ മാത്രമുള്ള ഇട്ടിട്ട് പോയാല്. അതൊരാവശ്യമില്ല. നല്ല കോടയും ദേ മഴയും. മഴയാണോ മഞ്ഞ് പെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. 1 മണിയാണ്, പക്ഷെ ക്ലൈമറ്റ് ഉണ്ടോ ഭയങ്കര ക്ലൗഡി ക്ലൈമറ്റ്. ഹായ്, നിങ്ങളുടെ റൈറ്റ് സൈഡില് നല്ല തേയിലത്തോട്ടം കാണുന്നുണ്ടോ? എന്നാ ശ്വാസം. തേയിലിനെ പറ്റി വലിയ പാട്ടറിയാവോ? തേയില 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 ഒരു ചായ വേണ്ടി ഹോട്ടൽ അസ്താഫിൽ നിർത്തി. അപ്പൊ നമ്മള് തേക്കടിയിൽ എത്തിപ്പിച്ച് ലേറ്റ് ആയി. അപ്പൊ ബോട്ടിംഗ് ഒക്കെ ഓൾറെഡി ഫിനിഷ് ആയി. അപ്പൊ നമ്മൾ നേരെ കമ്പം പോവാണ്. അതേ ഇപ്പൊ കുമളി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്, തമിഴ്നാട് കേരള ബോർഡർ. വണ്ടിയല്ലേ കണ്ടില്ല? അപ്പൊ ഇതാ നമ്മള് തമിഴ്നാട് കേരള ബോർഡർ. അവരവിടെ വരെത്തി. ഞങ്ങളിവിടെ ബ്ലോക്കിലാന്ന് പറ. ദിണ്ടിഗൽ തേനി കുഞ്ഞു കുട്ടി ബിഗ് ഷോപ്പറുമായി. പണ്ടൊക്കെ നമ്മള് കൊണ്ടുപോയിരുന്നു, ഇപ്പൊ ഇപ്പത്തെ പിള്ളേരൊന്നും കൊണ്ടുപോകത്തില്ല. ഇവരാ മറ്റേ അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വണ്ടി എടുത്ത് വെക്കുക. നമ്മുടെ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, കാല് വണ്ടിക്കകത്തായതുകൊണ്ട് കാലെടുത്ത് വെക്കാൻ പറ്റും. ടോള് ഓട്ടോമാറ്റിക്കലി ആവത്തില്ലേ? അറിയില്ല. ആ ഈ വണ്ടി വൈകിയാണല്ലോ പോകുന്നത്. ഇന്ത്യനോയിലുണ്ട്, നൈരയുണ്ട്. പെട്രോൾ യൂണിറ്റ്. വണ്ടി ഇതാ ബ്രേക്ക് ഡൗൺ ആയോ? സംതിങ് ഫിഷി ബ്രേക്ക് ഡൗൺ അങ്ങോട്ടാ. നാഷണൽ ഹൈവേ അതോറിറ്റി റിപ്പയർ ചെയ്യും വണ്ടി.
നമുക്ക് അവരുടെ സപ്പോർട്ട് ആവശ്യപ്പെടാം. ഇതുപോലൊരു മല സ്വന്തമായിട്ട് ഇട്ട് തരുന്നെങ്കിൽ പാഴ്ത്തടി വിട്ട് എങ്ങനെ കാശുണ്ടാക്കാം. ഈ ഡയലോഗ് നമുക്ക് കയറ്റി വിടാനും സാറും. പാഴ്ത്തടി കൊടുക്കണ്ടേ അമ്മേ? ഇപ്പൊ പാഴ്ത്തടിക്ക് വിലയുള്ളൂ. രൂപയ്ക്കാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടിയില് പല രീതിയിൽ കുട്ടികളായിട്ടും കുപ്പികളായിട്ട് കൊണ്ടുപോകും. ഏത് ഡാമാണ്? പെരിയാർ ഡാം. എന്ത് കാണാനുള്ളതെന്ന് ഞാൻ പറയാം. ആ സ്ഥലത്തെ കുരങ്ങ് കൊറേ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഒരു സൈഡ് നോക്കി സ്പീഡ് കാണാൻ ഇത് ബേബിയുടെ സാധനമാണോ ഇവന്റെ സാധനമാണോ? ആ പുള്ളി ടൂ വീലർ മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം കൊണ്ടുവന്ന സാധനം. മുല്ലപ്പെരിയാർ ഡാം എവിടെയാ? ഡാമേ സുഖല്ലേ? മുല്ലപ്പെരിയാർ കാണാൻ പറ്റുമോ? നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ കുറെ ഹായ്, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി. പിന്നെ രാത്രിയില് പാറു ഒരു മണം പിടിച്ചു. ഈ രാത്രിയിലെങ്ങാനും കിട്ടിയാലോ എന്നത് കാരണം പുള്ളി ഫോൺ വിളിക്കോ? ഫോൺ വിളിക്കോ? ഫോൺ ഈ മരയാണോ ആനേനെ പോലെ ഇരിക്കുന്നത്? പുറവിരിക്കുന്നുണ്ടോ ആനേനെ പോലെ? ആനേനെ പോലെ പ്രകൃതി എത്ര മനോഹരി. എനിക്കൊന്ന് ബേബിയൊക്കെ ഇപ്പൊ ഉറങ്ങി കാണുമെന്ന് തോന്നുന്നു. കുരങ്ങ് കുരങ്ങോ? വെള്ളം കൊണ്ടുവന്ന പൈപ്പ്. വലിയ ഡയലോഗ് എന്ത് കഷ്ടപ്പെട്ടായിരിക്കില്ലേ പറു സെറ്റാക്കിയിട്ടുണ്ടാവാ. അത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? ഇവിടുന്ന് അത് റോഡിന്റെ അടിക്കടിയല്ല പോണേ. പോണു വേണ്ട പോണു. പിന്നെ പവറായിരിക്കില്ല വെള്ളത്തിന്. അത് അത്ര വണ്ണത്തിലുള്ള പൈപ്പല്ലേ? മുന്തിരിത്തോട്ടം കാണാം. ഞങ്ങൾക്ക് പോയല്ല ബാംഗ്ലൂർ 501, മധുര 130. എങ്ങോട്ടാ പോണ്ടേ? അതിപ്പോ ബാംഗ്ലൂരായിരിക്കും സെറ്റ് സ്ഥലം. വിജയ് എവിടെയാ? നാളെ വൈകിട്ടോടെ തിരിച്ചു വിജയുടെ വീട് എവിടെയാ? ചെന്നൈ. ചെന്നൈക്ക് പോവാ. എന്തായിരിക്കും ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന്റെ റീസൺ? അതെന്തെങ്കിലും ക്രിമിനൽസിന്റെ വണ്ടിയാണ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരും.
ചേച്ചി മുല്ലപ്പൂവാണോ? എന്നാ അത് കടുകോ? தெரியாது எங்க குலசாமி கோயிலுக்கு கூட்டு வந்திருக்கு. எல்லாம் நல்லா நடக்கும். கல்யாணம் பண்ணி சந்தோஷமா இருப்பேன். തമിഴ്നാട്ട് വണ്ടിയാട്ടോ. തമ്മനപ്പട്ടി. എന്നാ മാങ്ങ ഇരിക്കുന്ന എന്തോ ഒരു കട നിറയെ മാങ്ങ. എന്തൊക്കെയാ കൃഷികൾ? ദിണ്ടിഗൽ മധുരൈ തേനി 51 കിലോമീറ്റർ. കൂടല്ലൂർ. അതെ മുന്തിരിപ്പാടം. മുന്തിരിപ്പാടം. ഞാനൊരു പാട്ട് പാടാം. പാട്ട് കേട്ട് നിങ്ങളവിടെ ഇരുന്നു ഡാൻസ് കളിക്കാനോടി അവിടെ ഇരുന്നേ. ഡാൻസ് കഴിയുമ്പോ കരയല്ലേ ഇവിടെ? അവരിപ്പോ അങ്ങ് ദൂരെയാണോ? ആശുപത്രി പോകാൻ പോലും നമുക്ക് പറ്റില്ല. വണ്ടിയാലിപ്പം ചാണകമാകും. ഈശ്വര, ഏതെങ്കിലും കാള മറ്റേ സിനിമയ്ക്ക് അതുപോലെ കൂട്ടം തെറ്റിയുണ്ടായാലും ബാഹുബലിക്കകത്ത് വേറെ ചാണകമായിരിക്കുന്നു ഗൈസ്. വാപ്പർ ശ്രദ്ധിച്ചേച്ചുണ്ടോ? അതേ വഴിക്ക് തിരിച്ചു പോയി കേട്ടോ. കണ്ടോ പേടിച്ചു പോയി. നല്ല സെറ്റ് വഴിയും നല്ല സെറ്റ് സ്ഥലം. വിജയ് ഇപ്പൊ ആയില്ലല്ലോ. 2 വർഷം കൊണ്ടായില്ലേ? ഇപ്പോഴാണ് ഇലക്ഷൻ കഴിഞ്ഞ. 2 വർഷം election മുന്തിരിത്തോട്ടം ദേ നമ്മൾ കാണുന്നുണ്ട്. ജനീഷുണ്ട്. അങ്ങോട്ടാണോ പോകുന്നത്? അപ്പം ദേ ഈ തേനി മുന്തിരിപ്പാടത്തിലെത്തിയിട്ടുണ്ട്. ഇതാ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ കൂടെയുള്ളൊരു വഴിതെറ്റി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവരിങ്ങോട്ട് വരുമായിരിക്കും. MSR മുന്തിരിത്തോട്ടം ഫ്രഷ്. തെങ്ങിന്റെ കൂമ്പ്, അതിന്റെ തെങ്ങ് വെട്ടിക്കഴിയുമ്പോ ഏറ്റവും ഉള്ളിലിരിക്കുന്ന സാധനം നല്ല നമ്മുടെ കരിക്കിന്റെ ടേസ്റ്റ്. ചെറിയ ടേസ്റ്റ് നോക്കാൻ നമുക്ക് എല്ലാവരും ഒരാൾക്ക് പറ്റില്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വാങ്ങുന്നുണ്ടോ? അതാണ് 50 രൂപയുടെ കൂട്ട്. ആ പീസാക്കി ഞങ്ങളിപ്പോ തന്നെ സാപ്പിട്ട് തീർക്കുവാ. ഇത് തെങ്ങിന്റെ അകത്തെ സാധനം. കൊങ്ങാണോ? ഒന്നല്ല, ഇത് നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് നമ്മള് കളയുമല്ലേ? അല്ലല്ല, നമ്മള് ഇത് വെട്ടിയിടുന്ന തെങ്ങാന്ന് എടുക്കുന്ന അടിയത്. അതായത് നമ്മുടെ തെങ്ങ് വെട്ടിക്കളയുന്ന തെങ്ങുണ്ടല്ലോ, ആ തെങ്ങിന്റെ മണ്ട പൊളിച്ച് എടുത്ത് കഴിയുമ്പോൾ ഈ സാധനം കിട്ടും. ഓ, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഒരു മുളകൊന്നും തെങ്ങിന്റെ ആ നല്ല ടേസ്റ്റാ കേട്ടോ. തെങ്ങിന്റെ അകത്തെ നല്ല ടേസ്റ്റാ. ഇത് തെങ്ങിന്റെ അകത്തെ സാധനം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്.
വെട്ടിക്കളയുന്ന തെങ്ങിന്റെ അകത്ത് സാധനം തന്നെ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പേര് ചക്കരക്കുടം എന്നാ പറയുന്നത്. അമ്മയെ പറഞ്ഞത് ചക്കരക്കുടം. സാധനങ്ങളെയൊക്കെ അമ്മയുടെ പേടി മാറ്റാം. അമ്മയ്ക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. കുതിര സവാരി. നമ്മൾ MSR ഗ്രേപ്സ് പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് മുന്തിരിത്തോട്ടത്തിൽ കയറുന്നതിന് ഫ്രീ ആണ്. ഇതിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിന് ചാർജസ് ഉണ്ട്. നമ്മൾ എന്താണെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പച്ച മുന്തിരിങ്ങ കുലകൾ. ഇതിന്റെ ആണി അവിടെയാണല്ലോ. അണ്ണാ അണ്ണ ഇപ്പടി. ചേച്ചി ചേച്ചി ശാന്തിനി ചേച്ചി Oh my God. ഈശ്വര, ഇത് റിസ്കാ ചേച്ചി. അപ്പുറം പോയാ മതി. ഇത് റിസ്കാ. എന്റെ പൊന്നി. പോയിടുവെങ്ക ടൈം എടുക്കും. കൊഞ്ചം ടൈം എടുക്കും. അയ്യോ അയ്യോ ആടുന്നേ. ഓക്കെ വാ. ഓ successfully complete. അണ്ണ ഇതെപ്പടി ഇതെപ്പടി.
ഏ അയ്യോ ഇതാട് ഏ അയ്യോട്ടെ കണ്ണാടി താഴെ കണ്ണാടി 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 Yes, yes. Finally, I finished. Okay, okay. Yes. Yes. ஓடி வந்து கீழே விழுந்துடுச்சு என்ன பண்ணுமே வீழாத கண்டிப்பா ஓ ஓ ஓ எனக்கு கொஞ்சம் தமிழ் தெரியும் മലയാളം അറിയും കേട്ടാ മനസ്സിലാവും தெரிஞ்சா சரிதான் അത് നമ്മുടെ കൂടെ വന്നോളൂ പൊക്കോ പൊക്കോ ഇത് സിമ്പിൾ ആയിരുന്നല്ലേ ഇത് സിമ്പിൾ അത് கொஞ்சம் റിസ്ക് അത് അതോടെ റിസ്ക് ഏത് എന്താ വള്ളിയാ അപ്പൊ இந்த സൈഡ് റിസ്ക് അല്ലയാ റിസ്ക് ഇല്ല உங்களுக்கு അത് റിസ്ക് தானே അതാണോ ഇതാണോ റിസ്ക് റിസ്ക് ഇല്ല ഇല്ല அந்த வந்துருங்க ரோப்ல நான் இதுல போயிட்டு அது வரைக்கும் போய் மறுபடியும் ரிட்டர்ன் வந்து இதுல வந்தேன் அமுக்கு அமுக்கு கால் அமுக்க முடியுமா இல்லையா அப்படி அமைக்கிட்டு நடக்கணும் அதே மாதிரி அடுத்தது அமுக்கணும் போயிருவியா அங்கே நீ போகலாமா போயிருவியான்னு கேட்குறாங்க அவங்க இதுல போனா அதுல தாண்டி தாண்டி தான் போனோம் அது நல்லா ஆடும் இப்படி எந்தது இதுல போயிட்டு வேற பக்கத்து அது 2 3 4 இந்த சைடு பாருங்க இது 1 அது 2 3 4 4 ஆக்கு எப்படி வருது ரோட்ல நடந்துதான் நான் சென்டர்ல கால் வச்சு என்னடா போடா போறியா என்ன போறியா வேண்டா இவ்வளவு நேரம் இந்த திருவி இப்படி எடுக்கணும் ഫിനിഷ് ആയിച്ചാ ஆயிடுச்சு அவ்வளவுதான் வீட்டுக்கு போங்க அவங்க கொண்டு போகணும் கொண்டு போகணும் யூடியூப்ல என்ன பேசுவீங்க எல்லாமே பேசுவேன் போய் எல்லாமே பேசுவேன் டெய்லி லைஃப் என்னென்ன நடக்குதோ அதெல்லாம் அதெல்லாம் இப்ப டிராவல் இது யூடியூப்ல போட்டுரும் இப்ப நீங்க போனது ഞാൻ പോയ വഴി അതിലെ ഞാൻ പോയ വഴി അതിലാണ് തിരിച്ചു അതിലെ പോയില്ല അതിന് ഇതില് പിടിക്കുന്ന സാധനം ഇല്ലാത്തോണ്ട് പേടിയാ மறுபடியும் வந்து இது வந்து 4 அந்த பையனுக்கு அதுதான் அலோடு இதுல போக மாட்டான் அதுல சுத்தமா போக மாட்டான் நோக்கி போயிருவீங்களா ரொம்ப கஷ்டம் പ്രവീണ
இடு இடு. வயல்ல வந்து மேல மீச்சு மீச்சு வருதா மேல மேய்ச்சணும் அந்த சைடு அந்த பாப்பாவுமே போக முடியாது, நான் காலட்டாது. ஸ்பீடி போ சேச்சி. அவங்களுக்கு அதோட முடியுதா இல்ல எங்கேயா? இதை எடுத்துட்டாங்க, லாக் பண்ணி விட்டு போ. ஏய் பிரவீன் போறாப்ல. பிரவீன் பிரவீன் இங்க போயிட்டு வரேன் காலையில போயிட்டு ആരെങ്കിലും ഇങ്ങനെ തൂങ്ങി കിടക്കാറുണ്ടോ അണ്ണ? ആരെങ്കിലും ഇങ്ങനെ തൂങ്ങി കിടക്കാറുണ്ടോ? റോപ്പ് സ്ലിപ്പ് ആയിடுச்சு. ரோப்ப கையில ஓ அப்படியா? ரோப்ப கையில இருந்து எடுத்து விடு, பின்னாடி ரோப்புக்குள்ள விடு. அப்படி அது உங்களுக்கு தேவையே இல்லை, நீங்க வாங்க. பாரு ചേച്ചി തിരിച്ചു പോകാനും തോന്നുന്നില്ല, പകുതി വെച്ച് നിർത്താനും തോന്നുന്നില്ല. இங்க பண்ணு. ചേച്ചി നടുക്കെത്തി ചേച്ചി, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ദൂരെ സെയിമാ. சரிங்களா, இதுல அனுப்பி விடுமா? அக்கா வெயிட் பண்ணுங்க, வெயிட் பண்ணுங்க. ரோப் மாட்டி വീട് എനിക്കൊരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കി തരും. വീട് വാങ്ങിട്ടേനെ ഇതില് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്? എല്ലാം ക്രിസ് അത് ആടുമായിരുന്നു. ആ മറ്റേ ടയറിൽ കയറി ചവിട്ടിപ്പോ ടയർ ഇങ്ങനെ ഇതാവുമായിരുന്നു. പിന്നെ ഇതാ സിമ്പിള്, ഈ പോണെ ഈ എക്സ്. ഞാൻ അത്രയും തന്നെ ഇവിടെ മറ്റേ ഇങ്ങനെ പിടിക്കുന്ന സാധനം തന്നുണ്ട്. ചേച്ചി വയറിലാക്കുന്നുണ്ടോ? എത്തി എത്തി. அந்த கையில எடுத்துக்கடா. ரோப்ப ஷோல்டர் பின்னாடி ஓட்டு. அண்ணே வரலாம்ல? ஆட்டம் வா. ചേച്ചി കമോൺ. ഇതിലും അതുപോലെയാ, ரோப்ப ஊத்தி விட்டு தள்ளி. അവിടെ കമ്പയിലും ഉണ്ട്. வாமா வாமா. അത് സിമ്പിൾ. അടുത്ത കാല് വെക്ക, അടുത്തയിലോട്ട്. അപ്പുറത്തെ കാല് മറ്റേത് വെക്ക ചേച്ചി, മറ്റേത് വെക്ക. അങ്ങനെ വെക്കാതെ അപ്പൊ ആടും. അടുത്ത് മറ്റേതിലോട്ട് വെക്ക. ആ യെസ് യെസ്, അങ്ങനെ അടുത്തയിലോട്ട് വെക്ക. അങ്ങനെ ഒരുമിച്ച് വെച്ച ആടും. லைட்டா முன்னாடி குனிஞ்சு போட சொல்லுங்க. இப்படி குனிஞ்சு முன்னாடி ஒரு ஸ்டெப்பா வச்சு வர சொல்லுங்க. ചേച്ചി ചേച്ചി ഒന്ന് ലൈറ്റ് ആയിട്ട് കുനിഞ്ഞിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതാവും. ഫ്രണ്ടിലോട്ട് ഇച്ചിരി കുനിഞ്ഞ്, ആ ചെറുതായിട്ട്. ആ അന്നേരം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. இல்ல வாங்க. எல்லாமே வந்துட்டாங்க அவங்க. கழட்டி விட்டுறா. அவங்க எப்படி ஒரே நிமிஷத்துல போயிட்டு வந்துட்டாங்க. சின்னானே வாடா. ചേച്ചി ഒരുമിച്ച് കാല് വെക്കുമ്പോഴാ കാലാടുന്നെ. அவனை இங்க வர சொல்றா, என் செப்பலாம் அங்க கிடக்கடா. டாப்பர் தூக்கிட்டு போயிருக்கான். என்னதான்டா அது, எப்ப கடந்தது?
നീയെ ഭയമുറുത്തി വിട്ടാരാ? അയ്യോ 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 അയ്യോ. ഇങ്ങോട്ട് വാങ്ങണേ. പോയി அமைதியா இருக்கும்க்கா. கடை ஏறி நின்னாதான் நல்லா ஆடும். அதுக்கு நீங்க சைக்கிள் எடுத்துட்டு போயிருக்கீங்களா? இங்க வரும்போது கொஞ்சம் கஷ்டம் இருக்கு. இல்லடா அத கையிட்ட விட்டு அவங்கள கையை பிடிச்சு അവിടെ കയറ് ടൈറ്റ് ആയി അപ്പൊ അതുകൊണ്ട്. ഇങ്ങോട്ട് വരത്തില്ലേ? இங்க வராம அங்கே அங்கே இறங்குறாங்களோ? ஐயோ அவங்க കഴിഞ്ഞ് നമ്മള് കുറച്ചു നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. ഈ മുന്തിരിങ്ങ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളതന്നെ സൗണ്ട് പിന്നെ കൊടുക്കും. ഈ സൈഡില് പച്ചമുന്തിരി ആയി വരുന്നേ ഉള്ളൂ, ഈ സൈഡില് ആയ മുന്തിരി അതിന് നടുക്കോടി ഇങ്ങനെ. മുന്തിരി. ഹായ്. എങ്ങോട്ടാ ഇവരൊക്കെ വരുന്നേന്ന് എനിക്കറിയത്തില്ലാത്ത. മനസ്സിലാവുന്നില്ല എനിക്ക്. കേരളത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് രാമക്കൽമേടും കൂടെ പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം ഇതായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും. ചെക്കിങ് ഉണ്ടായിരിക്കും. പട്ടി പട്ടി അമ്മ ചേർന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടില്. അത് ചുമ്മാ നിൽക്കുക, ഇൻസ്റ്റന്റ് ആയിട്ട് വരും ഫോട്ടോ. ഫോണിന്റെ സൈഡിലല്ല, ഒരു മിസ്റ്റേക്ക് ഇല്ല. രാവിലെ പോയേട്ടാ, ഞാൻ പയ്യെ ഓടിക്കുന്നുണ്ട്. ആ സൈഡില് സ്ഥലമില്ലല്ലോ, ആ സ്ഥലത്തില് സ്ഥലമില്ലല്ലോ അവിടെ ഒട്ടും. ഭയങ്കര കാറ്റ് വീശുന്നാലൊന്നും പറഞ്ഞൊന്നും ഇറങ്ങിയില്ലല്ലോ. രാമക്കൽമേട് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ. ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു, കാറ് ഓടിച്ചായിരുന്നു. ഈ ഡയലോഗ് ചേച്ചി അങ്ങനെ കേൾക്കും. ഇനി റൊട്ടേറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടാ. ഇപ്പൊ കാണും. നമ്മളിപ്പം മറ്റേ
വള്ളിയങ്കാവിന്റെ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി. മുണ്ടക്കയം എത്തിയില്ല, വള്ളിയങ്കാവ് അമ്പലം, പാലോമറ്റം. മുണ്ടക്കയം അല്ല, മുണ്ടക്കയം കുറച്ചുകൂടെ സമയമുണ്ട്. വള്ളിയങ്കാവ് അമ്പലത്തിന്റെ പറഞ്ഞാൽ മതി. അതിപ്പോ കറക്റ്റ് അറിഞ്ഞാലും ചേട്ടന് കാര്യമില്ലല്ലോ. ചേട്ടനല്ലല്ലോ, അജിത്ത് ചേട്ടനാണ്. ആ അജിത്ത് ചേട്ടൻ. പിന്നെ ചാന്ദിനി ചേച്ചി അല്ലേ? ആ ഞാൻ ചാന്ദിനി ചേച്ചിയാണോ? ആ ഓക്കെ ഓക്കെ. കറക്റ്റ് പറഞ്ഞു തുടങ്ങാം. ഞാനോടത്ത് മറ്റേ ചാന്ദിനി ചേച്ചി വിളിച്ചത്, പെട്ടെന്ന് എന്റെ മൈൻഡിൽ അങ്ങനെയാണ്. അതിന് ഞാൻ പറഞ്ഞോണ്ട് തേക്കടി പോയത്. അപ്പം മുണ്ടക്കയത്തെത്തി. മുണ്ടക്കയത്ത് ആപ്പിൾ ബി റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. പക്കമാണ്. എല്ലാരും ആക്ച്വലി ഈ ട്രിപ്പ് പോയിട്ട് മടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഈ വീഡിയോയിൽ കാണാം. ബൈ.